പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മാനസിക ആരോഗ്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുകോണാണ്. മാനസിക ആരോഗ്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ദീപിക പദുകോണാണ്. ആരാ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ദീപിക പദുകോണാണ്. ഓക്കെ, ഇതാണെൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഇ.പി. ജയരാജനാണ്. ഇ.പി. ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. ഇതാണെൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജൻ. കെ.ആർ. നാരായണന്റെ പ്രതിമ ഡൽഹിയിൽ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ദ്രൗപദി മുർമുവാണ്. കെ.ആർ. നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തത്, അൺവെയിൽ ചെയ്തത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. പഴയ രാഷ്ട്രപതിയല്ലേ കെ.ആർ. നാരായണൻ? മലയാളികളുടെ അഭിമാനമായ കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച കെ.ആർ. നാരായണൻ. അദ്ദേഹത്തിൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമുവാണ് കേട്ടോ. ഓക്കെ, കലണ്ടർ വർഷത്തിൽ 1000 റൺസ് തികച്ച ആദ്യ വനിതാ താരം. വൺ ഡേ ഇൻ്റർനാഷണലിൽ, അതായത് ODI ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരം, 5000 റൺസ് തികച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന കലണ്ടർ വർഷത്തിൽ 1000 റൺസ് തികച്ച ആദ്യ വനിതാ താരം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ്, 5000 റൺസ് തികച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന. സംസ്ഥാന വികസന നയവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് രൂപീകരിച്ച അല്ലെങ്കിൽ നടത്തിയ ഒരു സെമിനാർ ആയിരുന്നു വിഷൻ 2031. സംസ്ഥാന വികസന നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച ഒരു സെമിനാറാണ് വിഷൻ 2031. അതിൻ്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു. കൊച്ചി. സംസ്ഥാന വികസന നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് നടത്തിയ സെമിനാർ വിഷൻ 2031 2031 എവിടെ വെച്ചാണ് നടന്നത്? കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. എവിടെ വെച്ചാൽ? കൊച്ചിയിൽ വെച്ച്. BSFൻ്റെ അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പ്രഥമ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? പ്രഥമ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ അത് ഭാവന ചൗധരിയാണ്. ഭാവന ചൗധരിയാണ്. BSFൻ്റെ പ്രഥമ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരി. BSFൻ്റെ പ്രഥമ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരാണ്? ഭാവന ചൗധരിയാണ്. അടുത്തത് നല്ല സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ. സന്തോഷ് കുമാറിനാണ്. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ. സന്തോഷ് കുമാർ. ലഭിച്ച നോവൽ ഏതാണ്? തപോമയിയുടെ അച്ഛൻ. ഏതാണ് നോവൽ? തപോമയിയുടെ അച്ഛൻ. ഇവിടെ നല്ല മഴ, ഇടിവെട്ട്, അപ്പോൾ ഇടയ്ക്ക് ശബ്ദത്തിന് കുറച്ച് ഒരു ഇൻട്രപ്ഷനൊക്കെ ഉണ്ടാകും. അത് എന്ത് ചെയ്യുക, ക്ഷമിക്കുക കേട്ടോ. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ. സന്തോഷ് കുമാറിനാണ്. ഏത് നോവലിനാണ് ലഭിക്കുന്നത്? തപോമയിയുടെ അച്ഛൻ. അപ്പോൾ 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ഏതെന്ന് ചോദിച്ചാൽ തപോമയിയുടെ അച്ഛനാണ്. അത് നോവൽ വിഭാഗത്തിൽ പെടുന്നു. ഒന്നുകൂടെ പറയട്ടെ. മാനസിക ആരോഗ്യ അംബാസഡറായി ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുകോൺ. ഇ.പി. ജയരാജന്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം. കെ.ആർ. നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു. കലണ്ടർ വർഷത്തിൽ 1000 റൺസ് തികച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് താരം. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച താരം. 5000 റൺസ് തികച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം സ്മൃതി മന്ദാന. സംസ്ഥാന വികസന നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച സെമിനാർ വിഷൻ 2031 2031 നടന്നത് കൊച്ചി. BSFൻ്റെ പ്രഥമ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരിയാണ്. ഭാവന ചൗധരി. 2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ. സന്തോഷ് കുമാർ. ഇ. സന്തോഷ് കുമാർ. നോവൽ തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ. താങ്ക് യു.